ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കാനഡയിലുള്ളൊരു ഓക്ക് വില്ല എന്ന് പറഞ്ഞ ഒരു തടാകത്തിൻ്റെ കരയിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ്. ആ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണിത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നമ്മളുടെ ഇവിടുത്തെ ചെറിയൊരു കടൽ പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല കടലിൻ്റെ ഒക്കെ അത്രയും വിസ്താരമുള്ളൊരു ലേക്കാണ്. പക്ഷെ കടലല്ല, നല്ല തിരകളൊക്കെ ഉണ്ട്. ഞാനത് കടലാണെന്നാണ് മോനോട് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് കടലല്ല, നമ്മുടെ കടൽ പോലെ തന്നെ കുറേ തിരമാലകളൊക്കെ ഉള്ള ലേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒന്നും അധികം തിരക്കുകളൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോലെയുള്ള തിരക്കുകളോ തിരക്കോ അതേപോലെ വേസ്റ്റ് അവിടെ ഇവിടെയും കിടക്കണതൊന്നുമില്ല. അതിനൊക്കെ അതിൻ്റേതായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വേസ്റ്റൊക്കെ ഇടാൻ. പിന്നെ വന്നവരൊക്കെ ആയാലും വന്ന് കുറച്ച് നേരമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാസഞ്ചേഴ്സിനുള്ള ബോട്ടുകളൊന്നുമല്ല. ഇത് ഓരോ ഫാമിലികൾ അവരവരുടെ ഇതനുസരിച്ചുള്ള ബോട്ടുകൾ വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഓരോരോര് എടുത്തുകൊണ്ട് പോയിട്ട് കറങ്ങിയൊക്കെ വരും. അതിന് വേണ്ടിയാണ് ഈ ബോട്ടുകൾ ഇങ്ങനെ നിരത്തി ഇട്ടേക്കണത്. അപ്പോൾ ബോട്ടുകൾ നമ്മൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലും പോകാം എന്നുള്ള ലെവലിൽ ചോദിച്ചപ്പോൾ മോൻ പറയണേ അത് ഓരോ ഫാമിലിക്കാരുടെ ബോട്ടാണ്. ചില മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനും ഇവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വൈകിട്ടൊക്കെ സമയമുള്ളപ്പോഴൊക്കെ വന്ന് അവരിതിൽ ഇങ്ങനെ കറങ്ങിയൊക്കെ പോകും. അപ്പോൾ ഇത് പായ്ക്കപ്പലൊക്കെ ഉള്ള ബോട്ടുകൾ ചെറിയ പായകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പോകാനുള്ള പായൊക്കെ കെട്ടിയിട്ടുള്ള ബോട്ടുകളാണത്. അപ്പോൾ ഇത് ബോട്ട് അടുത്ത് കഴിയുമ്പോൾ പായ കഴിച്ചവർ ചുരുക്കിയൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. നല്ല കാറ്റും നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വുഡിയൊക്കെ ഇട്ടിട്ടാണ് പോയത്, തണുപ്പ് കൂടുതലായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ പുൽമേടുകളൊക്കെ ഉണ്ട്. പുൽമേടുകളും അതിൻ്റെ ഇടയ്ക്ക് ഓരോ മരങ്ങളും പിന്നെ അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സിമെൻറ്റ് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാഷ്ടിച്ചൊക്കെ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് തുടച്ചൊക്കെ കളയാനും ക്ലീൻ ചെയ്യാനൊക്കെ ആളുകളുണ്ട്. അപ്പം എല്ലാം നല്ല പെർഫെക്റ്റായിട്ടാണ് ഇവിടെ കാണുന്നത്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണിത്. മൊത്തത്തിൽ ഇവിടെ കാനഡയിൽ ശാന്തതയാണ് എപ്പോഴും. അധികം തിക്കും തിരക്കില്ല, ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. റോട്ടിൽ കൂടി ആണെങ്കിൽ കാറുകൾ പോണ സ്വരം മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടോ ബഹളമോ ഒന്നുമില്ലാത്ത സ്ഥലമാണിത്. ഭയങ്കര ശാന്തമായിട്ട് എടുക്കണമെന്ന ഒരു സ്ഥലമാണ്. നമുക്ക് നല്ല അത്ഭുതം തോന്നും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ സൈലൻ്റായിട്ട് ഇങ്ങനെ കിടക്കണം കാണുമ്പോഴത്തേനും നല്ല അത്ഭുതമാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അപ്പോൾ ഇത് ഞാൻ മോനും മരുമകളും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ 4 പേരാണ് ഇവിടെ വന്നേക്കണത്. നല്ല അടിപൊളി കാഴ്ചകളാണ്. കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടൽക്കരയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. അതുപോലെ ഇരിക്കാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിന്നൊന്നും ബുദ്ധിമുട്ടണ്ട. സിമെൻറ്റ് ബെഞ്ചുകളും എല്ലാം അവിടുത്തെ ഇടക്കിടക്കിട്ട് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. പിന്നെ ഓരോ മരത്തിൻ്റെ അടികളിലും മരത്തിൻ്റെ താഴെയും പിന്നെ പുൽമേടൊക്കെ ഉണ്ട്. പുൽമേടുകളിലൊക്കെ ചിലവരൊക്കെ വന്നിട്ടിങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അതൊക്കെ ഇരുന്നിങ്ങനെ പായൊക്കെ വിരിച്ചിട്ടിട്ട് അതിലിരുന്ന് കഴിച്ചിട്ട് ആ വേസ്റ്റൊക്കെ അവർ തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ അവിടെ കുറച്ച് ദൂരമായിട്ട് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്, അതിലിടാം. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ആയാലും ഒരു തരി പോലും ഒരു ഉണങ്ങിയ ഇലട ഒരു കഷ്ണം പോലും എവിടെയെങ്കില്ല. അതൊക്കെ ആയാലും ക്ലീൻ ചെയ്യാനൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തൊക്കെ മാറ്റണം. ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല വൃത്തിയോടുകൂടിയാണ് ഇവർ സൂക്ഷിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ കൂടി വരണത് ഒരു തേക്കിൻ്റെ കാട് പോലത്തെ ഒരു സ്ഥലത്തേ കൂടി കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പുകളുണ്ട് താഴത്തോട്ട്. അപ്പോൾ അത് ഇറങ്ങി നമുക്ക് ഈ ലേക്കിൻ്റെ അടുത്തെത്താം. ഇപ്പം നമ്മൾ ഇവിടുത്തെ വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെയാണ് ഇങ്ങനത്തെ വീടുകൾ കണ്ടേക്കണത്. ഇങ്ങനെ ഒട്ടും ആളനക്കൊന്നുമില്ലാതെ മരങ്ങൾ മാത്രം നിൽക്കണ വീടുകളാണ്. ചില വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആളനക്കൊന്നും ഇല്ലാതെ ആകുമ്പോൾ തന്നെ നമുക്ക്
ഒരു പ്രത്യേക ഒരു ഫീല് തോന്നും, എന്താണെന്നറിയില്ല, പ്രത്യേകതയാണ് ഭയങ്കര. ഇവിടുത്തെ സ്ഥലങ്ങൾക്കും വീടുകൾക്കും റോഡുകൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെ ഓരോ ദിവസത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കുറേ വീഡിയോകൾ വരാനിരിക്കുന്നുണ്ട്. കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇടാനുള്ള സമയം കിട്ടുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.